Good morning. Okay, good morning. Happy New Year. Okay, New Year അടിപൊളിയായിരുന്നോ? സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ, നല്ലതായിരുന്നു. ഇല്ല, സൂപ്പർ ആയിരുന്നു. ഓക്കെ, പലർക്കും പല അഭിപ്രായങ്ങളാണ് അല്ലെ? ഓക്കെ, അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോ? പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ ഈ ഒരു വർഷം ഫുൾഫിൽ ചെയ്യേണ്ട? എടുത്തു. ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ, സൗമ്യ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ശരി. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത്, നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെ, ഈ ഒരു 2026 കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും അല്ലെ. ആ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ഒരു ജോലി അല്ലെ, ഒരു ജോബ് എത്രയും വേഗം ഒരു ജോബ് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം കേട്ടോ നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി എന്തും നോക്കാവുള്ളൂ കേട്ടോ. എപ്പോഴും ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ കോഴ്സസ് പഠിക്കുന്നത് അല്ലെ. ഈ ഒരു കോഴ്സ് നമ്മൾ അതിനു വേണ്ടി തന്നെ പഠിക്കാണ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ എത്രയും വേഗം നമ്മുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതിനനുസരിച്ച് ഇത്രയും വേഗം ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാക്സിമം, അത് കഴിഞ്ഞൊന്നും ഒരുപാട് നാളത്തേക്കൊന്നും ഗ്യാപ്പ് ഒന്നും വെക്കരുത്. ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെല്ലാവരും വിചാരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വർഷം തന്നെ നമുക്ക് നല്ലൊരു ജോലി നേടിയെടുക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം കേട്ടോ ഈ ഒരു 2026 എന്ന് പറഞ്ഞ വർഷം തുടങ്ങേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതില് ഏത് ഭാഗമാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗം അല്ലേ എടുത്തു നിർത്തിയത്? ആ ഭാഗമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അത് ട്രെയിനിങ് മാത്രമല്ലേ നമ്മൾ പറഞ്ഞോളൂ? ട്രെയിനിങ്ങിനെ കുറിച്ച് മാത്രമല്ലേ പറഞ്ഞോളൂ? ട്രെയിനിങ് പറഞ്ഞു, ശരി. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് അല്ലെ. ഇതിലൂടെ ഒരു എംപ്ലോയിക്ക് എന്തിനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്? അവരുടെ സ്കില്ല്, അവരുടെ കോമ്പിറ്റൻസി, അവരുടെ നോളജ്, അതുപോലെയുള്ള അവരുടെ നിലവിൽ അവർ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട ആ ജോലിയുടെ ആവശ്യകതക്കനുസരിച്ചുള്ള സ്കില്ല്, കോമ്പിറ്റൻസി, നോളജ് മുതലായവയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സിംപിളി നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി. ഈ ഒരു പ്രക്രിയയിലൂടെ ഒരു വ്യക്തിയുടെ അറിവും കഴിവും അവർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ജോലിയുമായി ബന്ധപ്പെട്ട്, അത് പ്രത്യേകം പറയാനുണ്ട്, ആ ഒരു പർട്ടിക്കുലർ ജോലിയുമായി ബന്ധപ്പെട്ട ആ ജോലിയുടെ ആവശ്യകതയ്ക്ക് അനുസൃതമായിട്ട് അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചുള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം എന്ന് നമുക്ക് പറയാം. ട്രെയിനിങ് സാധാരണ നമ്മുടെ ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കില്ല് നമ്മുടെ എക്സിസ്റ്റിംഗ് ജോബുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ ആ എക്സിസ്റ്റിംഗ് ജോബുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശീലനം കൊടുക്കുമ്പോൾ അത് വളരെ ഷോർട്ട് ടേം ആയിരിക്കും.
ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ച് ഇപ്പൊ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്കോ അങ്ങനെ ഒരു ഫിക്സഡ് ഡ്യൂറേഷനില് നമ്മൾ ഒരു ഷോർട്ട് ടേം ആയിട്ടാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻലി ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ മാനേജ്മെന്റ്. അല്ലെ, സാധാരണ പരിശീലനങ്ങള് മാനേജ്മെന്റ് മുൻകൈ എടുത്താണ് ചെയ്യാറ്. ശരിയല്ലേ? അവിടുത്തെ എംപ്ലോയീസിന് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവും കഴിവും നേടണമെങ്കിൽ അതിന് മാനേജ്മെന്റ് ആണ് അതിനുള്ള ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഔട്ട്സൈഡ് മോട്ടിവേഷന്റെ റിസൾട്ടോട് കൂടിയാണ് നമുക്ക് പരിശീലനം സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു. ഇവിടെ വരെ ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഇവിടെ വരെയും ഓക്കെ ആണോ? ശരി. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് റെഫേഴ്സ് ടു ആൻ ഇൻഫർമേഷൻ പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് ഇപ്പോഴും ഒരു ട്രെയിനിങ് എന്താ പറയുക, എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് അല്ലെ. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഫർമേഷൻ പ്രോസസ് വിച്ച് മെയിൻലി ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സ്കിൽസ് ഓഫ് ദ എംപ്ലോയീസ്. ഇവിടെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വികാസം അല്ലെങ്കിൽ ഒരു വികസനം എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫർമേഷൻ പ്രോസസ് ആണെന്ന് പറയും. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? മെയിൻലി ഹെൽപ്പിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ ഓവറോൾ ഗ്രോത്ത്, ഒരു വ്യക്തിയുടെ ഓവറോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു വളർച്ച, അതുപോലെ തന്നെ അവരുടെ കഴിവുകളുടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ മുതലായവയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടിന്റെയും ഡിഫറൻസ് വെച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ പ്രോസസ് ആണ്. ഇവിടെ ഡെവലപ്മെന്റ്, നമ്മുടെ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴാണ്, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടോ? അതിന് ഉണ്ടോ? നമ്മുടെ വ്യക്തിയുടെ ഒരു വികാസം അല്ലെങ്കിൽ ഒരു വികസനം, ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു വളർച്ച എന്ന് പറയുന്നതില് ഒരു സമയപരിധി ഉണ്ടോ? ഉണ്ടോ? പരിശീലനം പോലെ ഒരു സമയപരിധിക്കുള്ളിൽ നിന്ന് ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ മാത്രമേ നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു വികസനം ഉണ്ടാവുന്നതാണോ? ആണോ? ആണോ? എങ്ങനെയാണ് നമുക്ക് വികസനം അല്ലെങ്കിൽ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്? നമ്മുടെ ലൈഫിൽ ഉടനീളം അല്ലെ, നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഉടനീളം നമുക്ക് വളർച്ചയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ലേ? പല പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇല്ലേ? പല പല കാര്യങ്ങളും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു, പഠിക്കുന്നു. അപ്പൊ അതിലൂടെ ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള വളർച്ചയാണ് അല്ലെ, ഓവറോൾ ഗ്രോത്ത് ആണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട മാത്രമുള്ള വളർച്ചയാണോ അവിടെ സംഭവിക്കുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ? ആണോ? ഒരു വ്യക്തിയുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട വളർച്ച മാത്രമാണോ നമുക്ക് നേടിയെടുക്കാൻ പറ്റാം? ആണോ? എന്താണ് റെസ്പോണ്ട് ചെയ്യാതെ? നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അറിവോ കഴിവോ മാത്രമല്ല നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്ത് അല്ലെ, മൊത്തത്തിലുള്ളതാണ് അല്ലെ. ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയാണ് എന്തിലൂടെ നമുക്ക് സാധിക്കുന്നത്? ഡെവലപ്മെന്റിലൂടെ സാധിക്കുന്നത്. അതിനോടൊപ്പം അവരുടെ കഴിവും നോളജും ഒക്കെ വർദ്ധിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഓവറോൾ ഗ്രോത്ത് ആണ് കേട്ടോ. ആ മനസ്സിൽ എപ്പോഴും അതുണ്ടാവണേ. ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ കഴിവും അറിവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അവരുടെ ഓവറോൾ ഗ്രോത്ത്, മൊത്തത്തിലുള്ള വളർച്ച, അതുപോലെ തന്നെ അതിനോടൊപ്പം അവരുടെ കഴിവുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് അല്ലെ. സോ സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ശരിയല്ലേ? നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നു, അതിലൂടെ നമ്മുടെ വളർച്ചയും സംഭവിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞായിരുന്നപ്പോ മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ജീവിത കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ച് നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ന് കാണുന്ന നമ്മളായിട്ട് നിൽക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അതൊരിക്കലും ഒരു ഷോർട്ട് ടേം പ്രോസസ് അല്ല അല്ലെ, അതൊരു ലോങ് ടേം പ്രോസസ് ആണ്. ശരിയല്ലേ? അപ്പൊ സിംപിളി നമുക്ക് ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് കേട്ടോ. ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണ്, അവരുടെ പഠനവും വളർച്ചയുമാണ്. ആ ഒരു പഠനവും വളർച്ചയും നടക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
So developments are performed in an aim of improving knowledge and skills to face future challenges. ഒരിക്കലും ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റിലുള്ള ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയല്ല. ഭാവിയിലേക്ക് നമുക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ഫ്യൂച്ചർ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവും കഴിവുമാണ് നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റിലൂടെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? നമ്മൾ ഇപ്പോ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഇപ്പോ പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ടാണോ? അല്ല, പിന്നീട് വരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റണം. ശരിയല്ലേ? ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച് വരുന്നത് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയല്ലേ? അല്ലേ? നമുക്ക് ഏതെങ്കിലും ഒക്കെ സിറ്റുവേഷൻസിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ലേ? ഉണ്ടോ? പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഇപ്പൊ പ്രസന്റ്ലി ഉള്ള നീഡിന് വേണ്ടി മാത്രമല്ല. മനസ്സിലാവുന്നോ? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശീലനം കൊടുക്കുക, അല്ലെ? അല്ലാതെ പരിശീലനം നൽകി പിന്നീട് കുറെ വർഷങ്ങൾക്ക് പിന്നെ ഉള്ള എന്തെങ്കിലും ഒരു പ്രോസസ്സിന് വേണ്ടിയല്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടിയല്ലല്ലോ. അപ്പോ ഉള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ അപ്പോ പരിശീലനം കൊടുത്ത് അവരെ പ്രാപ്തരാക്കും, അല്ലെ? അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണ്. നമ്മൾ പഠിക്കുന്നു, അതിലൂടെ നമ്മുടെ അറിവും കഴിവും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ഭാവിയിലേക്കുള്ള എന്തെങ്കിലും വെല്ലുവിളികൾ അല്ലെങ്കിൽ ഭാവിയിലേക്ക് വരുന്ന എന്തെങ്കിലും ജോബുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ടോ നമുക്കത് പ്രയോഗിക്കാനായിട്ട് കഴിയുകയും വേണം. Okay, then that's why it is long term or term focused. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Then it takes place throughout the life of a person. ശരിയല്ലേ? ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിലുടനീളം നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ് development പ്രക്രിയ എന്ന് പറയുന്നത്. Mainly it is the result of initiative taken by self and it's a result of self motivation. അല്ലേ? ശരിക്കും ഒരു ഡെവലപ്മെന്റ് മറ്റുള്ളവരുടെ ഫോഴ്സിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിർബന്ധിച്ചിട്ടാണോ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് നടക്കുന്നത്? ആണോ? മറ്റൊരു വ്യക്തി നമ്മളെ ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഇനിഷ്യേറ്റീവിലാണോ നടക്കുന്നത്? അല്ല, അല്ലെ? സ്വയം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ സെൽഫ് മോട്ടിവേഷന്റെ ഫലത്താല് നമ്മൾ സ്വന്തമായിട്ടുള്ള മുൻകൈ എടുത്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു വ്യക്തിത്വ വികസനമായിക്കോട്ടെ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് ആയിക്കോട്ടെ എല്ലാം നടക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും ട്രെയിനിങ് എന്ന് പറഞ്ഞാലും രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിലവിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട അറിവും കഴിവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഷോർട്ട് ടേം ആണ്. അതുപോലെ തന്നെ അത് ഒരിക്കലും സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടല്ല ട്രെയിനേഴ്സ് സാധാരണയായിട്ട് അവരുടെ മാനേജ്മെന്റ് ആണ് ഇനിഷ്യേറ്റീവ് എടുത്ത് പരിശീലനങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആണ് കൂടുതലായിട്ടും അവരെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, മൊത്തത്തിലുള്ള വളർച്ചയാണ്. അതൊരു പർട്ടിക്കുലർ ജോബുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മൊത്തത്തിലുള്ള വളർച്ചയും അതുപോലെ അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സിംപിളി നമുക്ക് എന്ത് പറയാം? പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയാം. പഠനവും അതുപോലെ തന്നെ വളർച്ചയും നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും പ്രസന്റ് നീഡിന് വേണ്ടിയിട്ടല്ല, ഫ്യൂച്ചർ നീഡിന് വേണ്ടിയിട്ടാണ്. അത് ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു ലോങ് ടേം പ്രക്രിയയാണെന്ന് പറയാൻ പറ്റും. അതോടൊപ്പം ഇതൊരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിലുടനീളം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് കൂടുതലായിട്ടും നമ്മുടെ സെൽഫ് ആയിട്ട് നമ്മുടെ ആ ഒരു സെൽഫായിട്ട് തന്നെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ മുൻകൈ എടുത്ത് നേടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെൽഫ് മോട്ടിവേഷന്റെ ഫലമായിട്ട് കൂടുതലായിട്ട് സെൽഫ് മോട്ടിവേഷൻ കൊണ്ടുള്ള വരുന്നതാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ ഡെവലപ്മെന്റ്. അതിനുശേഷം നമ്മൾ കുറച്ച് ഡിഫറൻസുകൾ പറയുന്നുണ്ട് കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. Then other differences. ഇനി മറ്റു കുറച്ച് ഡിഫറൻസുകളാണ് കേട്ടോ പറയുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടുത്തൊരു സെക്ഷനുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ആയിട്ടുള്ള മറ്റു രീതിയിലുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോ അത് ഡിഫറൻസസ് ആണ് കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസുകളിലെ പ്രധാനപ്പെട്ട കുറച്ച് എന്നാണ് പറയുന്നത്. ട്രെയിനിങ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ പ്രോ ആക്റ്റീവ് പ്രോസസ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ റിയാക്റ്റീവ് പ്രോസസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രതിപ്രവർത്തനമാണ്. അതായത് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴാണ് ട്രെയിനിങ് കൊടുക്കുക? നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രം. ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആവശ്യം വരുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു റിക്വയർമെന്റ് വരുമ്പോഴാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്, അല്ലെ? അതായത് അവിടെ ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ ഒരു നീഡ് വന്നു, അല്ലെ? അതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്ന ഒരു പ്രക്രിയയല്ലേ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഒരു സ്ഥാപനത്തിന് ഒരു എക്യുപ്മെന്റ് പുതിയതായിട്ട് കൊണ്ടുവന്നു. ആ ഒരു എക്യുപ്മെന്റ് കൊണ്ടുവന്നപ്പോ അല്ലെങ്കിൽ ഒരു മെഷീനറി കൊണ്ടുവന്നപ്പോ അത് ആർക്കും ഉപയോഗിക്കാൻ അറിയുന്നില്ല, അല്ലെ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നോളജ് ആർക്കും ഇല്ല. എങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് മറികടക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ അതിനെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ട്രെയിനിങ്. ശരിയല്ലേ? ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ എംപ്ലോയീസിന് അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ കൊടുക്കണം, അല്ലെ? അപ്പൊ അവിടെ ഒരു പ്രതിപ്രവർത്തനമല്ലേ ശരിക്കും, അല്ലെ? റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രക്രിയയല്ലേ ചെയ്യുന്നത്. ഒരു ആക്ഷൻ അല്ല, റിയാക്ഷൻ, അല്ലെ? ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതിപ്രവർത്തനമാണ് പരിശീലനം എന്ന് പറയുന്നത്. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് പ്രോസസ്. ഇതൊരിക്കലും ഒരു പരിശീലനമല്ല, അല്ലെങ്കിൽ പ്രതിപ്രവർത്തനമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന കാര്യമാണ്. അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ അതിന് വേണ്ടിയിട്ടോ വേണ്ടി മാത്രമല്ല, നമ്മുടെ ആ ഒരു ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വമേധയാ മുൻകൈയെടുത്ത് ചെയ്യുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൂടിയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ റിയാക്റ്റീവ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഇസ് എ പ്രോ ആക്റ്റീവ് പ്രോസസ്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ആ ഓരോ പോയിന്റും ഒന്ന് മനസ്സിലാക്കി പോണം കേട്ടോ. കുറച്ച് ഡിഫറൻസ് അധികം ഉണ്ട്. അപ്പൊ ഓരോ പോയിന്റ്സ് നമ്മൾ പിന്നെയും പിന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചു ചോദിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ആ ഒരു പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് എന്നുള്ള ആ ഒരു സെന്റൻസ്, ആ ഒരു വേർഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ട്ടോ. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ്, ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഡെവലപ്മെന്റ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ്, അല്ലെ? ഇപ്പൊ ട്രെയിനിങ്ങിലാണെങ്കിലും ഡെവലപ്മെന്റ് ആണെങ്കിലും അവിടെയുള്ള ആ ഇൻഡിവിജ്വൽസിലൂടെയാണ് നടക്കുന്നത്. ശരിയല്ലേ? ഒരു ഇൻഡിവിജ്വൽസ് ആണ് ട്രെയിനിങ്ങിലും പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ആണ് ഡെവലപ്മെന്റിലും പങ്കാളികളാവുന്നത്, അല്ലെ? അവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിയല്ലേ? ഇൻഡിവിജ്വൽസ് തന്നെ പരിശീലനം കൊടുക്കുന്നതും അവർക്ക് തന്നെയാണ്, ഡെവലപ്മെന്റ് പ്രോസസ്സുകളിൽ പങ്കാളികളാവുന്നതും അവർ തന്നെയാണ്, അല്ലെ? Then മൂന്നാമത്തേത്, ട്രെയിനിങ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആൻഡ് ഫോർ എ ഫിക്സഡ് ഡ്യൂറേഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഒന്നുകൂടി കുറച്ച് സെന്റൻസ് മാത്രമേ വ്യത്യാസമുള്ളേ. ട്രെയിനിങ് ഈസ് എ ഷോർട്ട് ടേം ഓർ ടേം ഫോക്കസ്ഡ്, അല്ലെ? ട്രെയിനിങ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്, അല്ലെ? ഒരു ഫിക്സഡ് ഡ്യൂറേഷനിലാണ് ട്രെയിനിങ് നമ്മൾ ചെയ്യുക. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോ നേരെ ഓപ്പോസിറ്റ്, അല്ലെ? ലോങ് ടേം ആണ്, അല്ലെ? ലോങ് ടേം ആണ്. അതുപോലെ വിച്ച് ടേക്ക് പ്ലേസ് ത്രൂഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിലുടനീളം നടക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതൊക്കെയല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഫോർത്ത് വൺ, ട്രെയിനിങ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ മാനേജ്മെന്റ്, അല്ലെ? ട്രെയിനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഇനിഷ്യേറ്റീവില് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണ് സാധാരണയായിട്ട് ആ ഒരു പരിശീലനത്തിന് വേണ്ടിയുള്ള മുൻകൈ എടുക്കാറ്, അല്ലെ? എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആണോ? അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഔട്ട്സൈഡ് മോട്ടിവേഷൻ ആണോ? ആണോ? ഡെവലപ്മെന്റ് കൂടുതലും എങ്ങനെയാണ്? എന്താ നമ്മൾ പഠിച്ചേ?
ഡെവലപ്മെന്റ് നമുക്ക് നടക്കുന്നത് സെൽഫ് മോട്ടിവേഷൻ ആണ്. വെരി ഗുഡ്, സെൽഫ് മോട്ടിവേഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെ ഒന്ന് തിരിച്ചേട്ടോ, ഇൻസൈഡ് മോട്ടിവേഷൻ ഈ സെൽഫ് മോട്ടിവേഷൻ എന്നാക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഡെവലപ്മെന്റ് എന്താണ്? റിസൾട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ അത് പ്രധാനമായിട്ടും ആരുടെ ഇനിഷ്യേറ്റീവിൽ വരുന്നതാണ്? സെൽഫ് ആയിട്ട് അല്ലെ. നമ്മൾ സ്വമേധയാ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുകയാണ്, അതിലൂടെ നമ്മുടെ വളർച്ച കൊണ്ടുവരികയാണ് ചെയ്യുക അല്ലെ. ഡെവലപ്മെന്റിൽ ട്രെയിനിങ് അങ്ങനെയല്ല, മാനേജ്മെന്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കുന്നത്, നമുക്ക് പരിശീലനങ്ങൾ കണ്ടക്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് എന്താണ്? ട്രെയിനിങ് refers to a process in which employees are educated and get a chance to develop skills, competency and learning as per the post duty requirements. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രക്രിയയാണ്? എംപ്ലോയീസിന് എഡ്യൂക്കേഷൻസ് കിട്ടുന്നത് അല്ലെ, എഡ്യൂക്കേറ്റഡ് പ്രക്രിയ, എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. get a chance to develop skills. അപ്പൊ അവിടെ എംപ്ലോയീസിന് എന്തിനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്? അവരുടെ സ്കില്ല്, അവരുടെ കോമ്പിറ്റൻസി, അവരുടെ ലേണിംഗ്, പഠനവുമായി ബന്ധപ്പെട്ട്, എന്തുമായി ബന്ധപ്പെട്ട്? the post duty requirement, നിലവിലുള്ള അവരുടെ കറന്റ് ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട, നിലവിലുള്ള അവരുടെ ജോബ് റിക്വയർമെന്റ്സുമായി ബന്ധപ്പെട്ട കഴിവുകളും അറിവുകളും കോമ്പിറ്റൻസിയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്താണ്? that refers to an information process അല്ലെ, which mainly help in understanding about the overall growth and improvement of the skills of the employees. ഇതൊരു ഇൻഫർമേഷൻ പ്രോസസ് ആണ്. ഇതിലൂടെ നമുക്ക് എന്തിനു സഹായിക്കുന്നുണ്ട്, എന്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്? ആ വ്യക്തിയുടെ മൊത്തത്തിലുള്ള വളർച്ചയും അതോടൊപ്പം തന്നെ ആ എംപ്ലോയീസിന്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഒരു 5 പോയിന്റ്സ് പറഞ്ഞു, അതൊന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇസ് എ റിയാക്റ്റീവ് പ്രോസസ്, ഇതൊരു പ്രതിപ്രവർത്തനമാണ്. ഒരു സിറ്റുവേഷൻ ആവശ്യമായി വന്നാൽ, ഒരു എന്തെങ്കിലും ഒരു റിക്വയർമെന്റ് ആവശ്യമായി വന്നാൽ അതിനെ മറികടക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം നൽകുക എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രതിപ്രവർത്തനമല്ല. എന്താണ് അത്? നമുക്ക് മുൻകൈ, നമ്മൾ തന്നെ സ്വമേധയാ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിത കാലഘട്ടത്തിലുടനീളം നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ്. ഇനി രണ്ടാമത്തത് പറഞ്ഞത് ട്രെയിനിങ്ങിലാണെങ്കിലും ഡെവലപ്മെന്റിലാണെങ്കിലും അത് അറ്റൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് തന്നെയാണ്. മൂന്നാമത്തത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതിന് ഫിക്സഡ് ഡ്യൂറേഷൻ, ഒരു ഫിക്സഡ് ഡ്യൂറേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മളത് ചെയ്യാം. അതുപോലെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലോങ് ടേം എന്താണ് പ്രോസസ് ആണ്. അതുപോലെ which takes place through the life of a person, ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിലുടനീളം ഈ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. Then fourth പോയിന്റിൽ പറയുന്നത് ട്രെയിനിങ് ഇസ് എ റിസൾട്ട് ഓഫ് ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ മുൻകൈ എടുത്തുകൊണ്ടാണ് സാധാരണയായിട്ട് ഒരു പരിശീലനങ്ങൾ ആരംഭിക്കാറ് അല്ലെങ്കിൽ കൊണ്ടുവരാറ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് മോട്ടിവേഷൻ റിസൾട്ട് ആണ് അല്ലെ. സെൽഫായിട്ട് അല്ലെങ്കിൽ സ്വമേധയാ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരു സെൽഫ് മോട്ടിവേഷൻ റിസൾട്ടോട് കൂടിയാണ് ഡെവലപ്മെന്റ് നടക്കുക. ദെൻ ഫിഫ്ത് പോയിന്റിൽ പറഞ്ഞത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ്. ഇതിലൂടെ അവർക്ക് എംപ്ലോയീസിനെ എന്ത് സഹായിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽസിന് അവർക്ക് സ്കിൽസും കോമ്പിറ്റൻസിയും അതുപോലെ അവരുടെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി, നോളജും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണിത്. അത് എന്തുമായി ബന്ധപ്പെട്ട് അവരുടെ നിലവിൽ അവർ ജോലി ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ജോബുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടി. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ പ്രോസസ്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ആ ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓവറോൾ ഗ്രോത്ത് ആണ്, മൊത്തത്തിലുള്ള വളർച്ചയും. അതുപോലെ തന്നെ ഇപ്പൊ എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ആ ഒരു 5 പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, അതിനുശേഷം ബാക്കി പറയാം.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് 6th പോയിന്റ് തുടങ്ങിയാണ്. മെയിൻലി training refers to learning new things and refreshing old ones. ട്രെയിനിങ്ങിലൂടെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, പഴയ കാര്യങ്ങൾ നമുക്ക് പുതുക്കിയെടുക്കാനും അല്ലെ പുതുക്കാനും റിഫ്രഷ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. Then development refers to implementing learned sections and finding new ones. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പഴയ കാര്യങ്ങളെ പുതുക്കുന്നു. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? refers to implementing learned lessons. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. എന്താണ് പറയുന്നത്? training refers to learning new things and refreshing old ones. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പഴയ കാര്യങ്ങൾ പുതുക്കുകയും ചെയ്യുന്നുണ്ട്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റിംഗ് ലേൺഡ് സെഷൻസ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. Then 7th പോയിന്റില് ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് എ കരിയർ ഓറിയന്റഡ് പ്രോസസ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി അധിഷ്ഠിതമായിട്ടുള്ള പ്രക്രിയയാണ്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അറിവും കഴിവുമാണ് വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കരിയർ ഓറിയന്റഡ് പ്രോസസ് അല്ലെ. അവരുടെ ജീവിത കാലഘട്ടത്തിലുടനീളം അവർക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കരിയറിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Then 8th പോയിന്റിൽ പറയുന്നത്, so simply we can say training is a process of increasing knowledge and skills of an employee. അപ്പൊ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോസസ് ആണ്? ഈ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി. ഒരു എംപ്ലോയീസിന്റെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലി എന്ന് പറയാം, വി ക്യാൻ സേ ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. പഠനവും വളർച്ചയും നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. Then 9th പോയിന്റിൽ പറയുന്നത്, ട്രെയിനിങ് ഈസ് പെർഫോംഡ് ഇൻ ആൻ എയിം ഓഫ് improving knowledge and skills that are needed to perform their existing jobs, and developments are performed in an aim of improving knowledge and skills to face future challenges. ഇനി അടുത്തത് എന്താ പറഞ്ഞേ? ട്രെയിനിങ് എന്ന് പറയുന്നത് is performed in an aim of improving knowledge and skills that are needed to perform their existing job. അല്ലെ, നമ്മൾ പറഞ്ഞ കാര്യം, നിലവിൽ അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട അറിവും കഴിവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഒരു ട്രെയിനിങ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പെർഫോംഡ് ഇൻ ആൻ എയിം ഓഫ് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ടു ഫേസ് ഫ്യൂച്ചർ ചലഞ്ചസ്. ഭാവിയിലേക്കുള്ള നമ്മുടെ വെല്ലുവിളികൾ അല്ലെങ്കിൽ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം വെക്കുന്ന പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Then last 10th one ആയിട്ട് പറയുന്നത്, training helps individual to learn how to perform his or her present job satisfactorily. ട്രെയിനിങ് എന്ന് പറയുന്നത് അവർ നിലവിൽ ചെയ്യുന്ന ജോലി സംതൃപ്തിയോടുകൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. എന്നാൽ ഡെവലപ്മെന്റ് എന്താണ്? പ്രിപ്പയർ ഇൻഡിവിജ്വൽ ഫോർ ഫ്യൂച്ചർ ജോബ്. ഭാവിയിലേക്കുള്ള ജോലിക്കും അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട മറ്റ് ആസ്പെക്ട്, മറ്റു വശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഡെവലപ്മെന്റിലൂടെ ഇതിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ എന്തൊക്കെയാണ് 6th പോയിന്റോട് ഒന്നുകൂടി നോക്കാം. 6th പോയിന്റിൽ പറഞ്ഞത്, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ refers to learning new things and refreshing old ones. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പഴയ കാര്യങ്ങൾ പുതുക്കുന്നു. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെന്റിംഗ് ലേൺഡ് ലെസൺ, പഠിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു.
Then seventh പോയിന്റിൽ പറയുന്നത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇസ് എ ജോബ് ഓറിയന്റഡ് പ്രോസസ്, ജോലി അധിഷ്ഠിതമാക്കിയിട്ടുള്ള പ്രക്രിയയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. Then eighth പോയിന്റില് സിമ്പിളി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എംപ്ലോയിയുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രക്രിയയാണ്. എന്നാൽ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളി ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, പഠനവും വളർച്ചയും നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Then ninth പോയിന്റിൽ പറഞ്ഞത് ട്രെയിനിങ് ഈസ് പെർഫോംഡ്, പ്രധാന എയിം അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ചെയ്യുന്ന നിലവിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുക എന്നതാണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ അവരുടെ ഫ്യൂച്ചർ ചലഞ്ചസ്, അവർ ഭാവിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഫ്യൂച്ചർ ചലഞ്ചസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടിന്റെയും എയിം തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പ്രസന്റ് നീഡാണ് നോക്കുന്നതെങ്കിൽ മറ്റത് ഫ്യൂച്ചർ നീഡാണ് നോക്കുന്നത്. Okay. Then 10th പോയിന്റില് ട്രെയിനിങ് എന്ന് പറയുന്നത് help to individuals to learn how to perform his or her present job satisfactorily. നിലവിൽ അവർ ചെയ്യുന്ന ജോലി സംതൃപ്തിയോടെ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, അതിനു വേണ്ടിയിട്ടുള്ള പഠനമാണ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ നടത്തുക. എന്നാൽ ഡെവലപ്മെന്റ് അങ്ങനെയല്ല, ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഫ്യൂച്ചർ ജോബ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ചലഞ്ചസിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയും അവരുടെ മൊത്തത്തിലുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഡെവലപ്മെന്റ് തയ്യാറാക്കി നൽകുന്നത്. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ശരി, നെക്സ്റ്റ് വണ്ണാണ് 11th വണ്ണാണ്. ട്രെയിനിങ് ഫോക്കസസ് ഓൺ technical skills and it has a narrow scope, and development focuses on conceptual and human ideas and it has a wider scope. But training എന്ന് പറയുന്ന പ്രധാനമായിട്ടും ടെക്നിക്കൽ സ്കില്ലുകൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ, സാങ്കേതികപരമായിട്ടുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാനാണ് കൂടുതലും അത് എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു നാരോ സ്കോപ്പ് ആയിരിക്കും ട്രെയിനിങ്ങിനുണ്ടായിരിക്കാം. പക്ഷേ ഡെവലപ്മെന്റ് അങ്ങനെയല്ല, ഫോക്കസസ് ഓൺ കോൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ്, നമ്മുടെ ആശയപരമായിട്ടുള്ള മനുഷ്യന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വൈഡർ സ്കോപ്പ് ആയിരിക്കും ഡെവലപ്മെന്റിന് ഉണ്ടാവുക. Then 12th one പറയുന്നത് ട്രെയിനിങ് റിവോൾവ്സ് അറൗണ്ട് പ്രസന്റ് നീഡ് അല്ലെ, ട്രെയിനിങ് എപ്പോഴും പ്രസന്റിലുള്ള നമ്മുടെ ആവശ്യകതയെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതേസമയം ഡെവലപ്മെന്റ് എന്താണ്, റിവോൾവ്സ് അറൗണ്ട് ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള നീഡ്സ് അല്ലെങ്കിൽ ആവശ്യകതകളെ കേന്ദ്രീകരിച്ചാണ് ഡെവലപ്മെന്റ് നിലനിൽക്കുന്നത്. എന്നാൽ ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രസന്റ് നീഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പരിശീലനം കൊടുക്കുക. Then 13th, training focuses on the role while development focuses on the person. ഒരു എപ്പോഴും ട്രെയിനിങ് എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ ദ റോൾ, ആ ഒരു വ്യക്തിയല്ല അവിടെ നമ്മൾ നോക്കുന്നത്, ആ ഒരു പൊസിഷനെയാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഒരു റോള് ചെയ്യുന്ന ആരാണ്, ആ വ്യക്തിക്ക് നമ്മൾ പരിശീലനം കൊടുക്കുന്നു, ആ റോളാണ് അവിടെ നോക്കുന്നത്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്, ആ ഒരു പേഴ്സണെയാണ് അവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. 11th വൺ എന്താ പറയുന്നത്, ട്രെയിനിങ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ടെക്നിക്കൽ സ്കിൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു നാരോ സ്കോപ്പ് ആയിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് കോൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ്,
നമ്മുടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് എന്താണ്, അതുകൊണ്ട് തന്നെ ഇതിനൊരു വൈഡർ സ്കോപ്പ് ഉണ്ടായിരിക്കും. ട്രെയിനിങ് എന്ന് പറയുന്നത് the revolves around present needs, നിലവിലുള്ള നീഡ്സ് അല്ലെങ്കിൽ പ്രസന്റിലെ ഉള്ള ആവശ്യകതകളുമായി ബന്ധപ്പെട്ടാണ് ഒരു ട്രെയിനിങ് സാധാരണയായിട്ട് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഡെവലപ്മെന്റ് ഫ്യൂച്ചറിലേക്കുള്ള ഭാവിയിലേക്കുള്ള ആവശ്യകതകളെ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. ട്രെയിനിങ് ഫോക്കസസ് ഓൺ ദ റോൾ while development focuses on the person. ട്രെയിനിങ് എപ്പോഴും ഒരു വ്യക്തിയെ അല്ല നോക്കുന്നത്, ആ ഒരു റോളാണ്, ആ ഒരു ജോലിയുടെ ആ ഒരു റോൾ. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത് ആ ഒരു വ്യക്തിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി ആ ഒരു 3 പോയിന്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻസ് കംപ്ലീറ്റ് ആവും കേട്ടോ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ആ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ, ക്വസ്റ്റ്യൻസ് വരാറുണ്ടേ. ദെൻ അടുത്തത് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് is a systematic process of training and growth by which individual gain and apply knowledge, skills, insights and attitude to manage one organization effectively. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ. ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് ആരെ ഫോക്കസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ആരുടെ കഴിവും നോളജും ആ ഒരു കാര്യക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കാനായിരിക്കും, ആരുടെ ആയിരിക്കും? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ അവിടെ പ്രധാനമായിട്ടും ആരുടെ കഴിവും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാനായിരിക്കും ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രക്രിയ നടത്തുക? ആരുടെ ആയിരിക്കും? എംപ്ലോയീസിന്റെ ആയിരിക്കും. പ്രധാനമായിട്ടും അവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ എംപ്ലോയീസിന്റെ ഒക്കെ മുകളിലായിട്ടുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആരാണ്? മാനേജേഴ്സ് അല്ലെ? മാനേജേഴ്സും അവരുടെ കീഴിലുള്ള എക്സിക്യൂട്ടീവ്സും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ, അപ്പൊ അവരുടെ കീഴിലല്ലേ നമ്മുടെ എംപ്ലോയീസ് വരിക. അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള പെർഫോമൻസ് മാനേജ്മെന്റ് പ്രക്രിയാസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഇത് കഴിഞ്ഞ് പഠിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ്. അത് എംപ്ലോയീസിന്റെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, ഒരു ചിട്ടയായിട്ടുള്ള പ്രക്രിയയാണ്. ഇതിലൂടെ എപ്പോഴും ഒരു മാനേജേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള എക്സിക്യൂട്ടീവുകളുടെ സ്കില്ല്, നോളജ്, അവരുടെ കാര്യക്ഷമത മുതലായവയ്ക്ക് എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക അല്ലെ? അപ്പൊ അങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ മെന്ററിങ് കൊടുക്കുക, അതോടൊപ്പം പല പല എക്സ്പീരിയൻസുകളുടെ അനുഭവങ്ങളിലൂടെയും അവരുടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരെ എന്തിനു വേണ്ടി തയ്യാറാക്കുക? അവരുടെ ആ ഒരു ടീമിനെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാനായിട്ട് അവരെ തയ്യാറാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ വന്നാൽ സോൾവ് ചെയ്യാനായിട്ട് അവരെ തയ്യാറാക്കുക. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനെ നല്ല രീതിയിലുള്ള വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നല്ല രീതിയിലുള്ള. ക്ലിയർ ആവുന്നില്ല? സൗമ്യക്ക് മാത്രമാണോ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ സൗമ്യയുടെ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് നീങ്ങി നിന്ന് നോക്കൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രശ്നമായിരിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിനെ അതുപോലെ എക്സിക്യൂട്ടീവ്സിന്റെ ഒക്കെ ആ ഒരു നോളജും സ്കില്ലും അവരുടെ ആ ഒരു എഫക്റ്റീവ്നെസ്സും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി.
അതിലൂടെ നല്ല രീതിയിൽ അവർക്ക് ആ ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല രീതിയിൽ ആ ഒരു ടീമുമായി ബന്ധപ്പെട്ട എന്താണ് പ്രോബ്ലംസ് വന്നാൽ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ഒരു ഓർഗനൈസേഷനെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് തീരുമാനങ്ങൾ എടുക്കാനും വളരെ തന്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് ആ ഒരു കരിയറുമായി ബന്ധപ്പെട്ട നല്ല രീതിയിൽ ആ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി നടത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മള് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മാനേജേഴ്സിന്റെ അവരുടെ എക്സിക്യൂട്ടീവുകളുടെ ഒക്കെ ആ ഒരു സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വായിക്കാനായിട്ട്. Okay, management development is a systematic process of training and growth by which individuals gain and apply knowledge, skill, insight and attitude to manage work organization effectively. അപ്പോ അവര് വർക്ക് ചെയ്യുന്ന ഏതൊരു ഓർഗനൈസേഷൻ ആണോ അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് അവരുടെ നോളജും സ്കില്ലും അവരുടെ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു മനോഭാവം ഒക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഒരു പരിശീലനവും വളർച്ചയും ഒക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ് അല്ലെങ്കിൽ ചിട്ടയായ പ്രവർത്തനമാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. The executive or management development is an uninterrupted process of learning and growth designed to bring behavioral change among the executive. അപ്പൊ ഇത്തരത്തില് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അൺഇന്ററപ്റ്റഡ് പ്രോസസ് തടസ്സമില്ലാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അത്തരത്തില് അവിടെയുള്ള എക്സിക്യൂട്ടീവുകളുടെ അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ഒക്കെ ആ ഒരു ലേണിംഗ് ആൻഡ് ഗ്രോത്ത് അവരുടെ പഠനവും ആ ഒരു വളർച്ചയൊക്കെ തടസ്സമില്ലാതെ നടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. അതിലൂടെ അവരെ നമുക്ക് നല്ല രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് നല്ല രീതിയിലുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ മറ്റു കാര്യങ്ങളിലായിക്കോട്ടെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് അവരിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഇറ്റ് implies that there will be change in knowledge and behavior of the individuals undergoing the development program. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ അവരെ ഉൾപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ആൻഡ് ഗ്രോത്തുമായി ബന്ധപ്പെട്ട പ്രക്രിയാസിലൂടെ അവരെ കടത്തിവിടുകയും ചെയ്യുമ്പോൾ അവരുടെ നോളജും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറും മുതലായവയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അവർക്ക് ആ ഒരു സ്ഥാപനത്തെ ആ ഒരു ഓർഗനൈസേഷന്റെ മികച്ചതാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും ചെയ്യാനും സാധിക്കുന്നു. Management development is a systematic process of training and growth by which individuals gain and apply knowledge, skills, insight and attitude to manage work organization effectively. അവര് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവിടെയുള്ള എക്സിക്യൂട്ടീവ്സ് മാനേജേഴ്സ് മുതലായ ആളുകളുടെ അറിവും കഴിവും മനോഭാവവും ഉൾക്കാഴ്ചയും എല്ലാം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും വളർച്ചയൊക്കെ അതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സും ചിട്ടയായ പ്രക്രിയയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് എന്ന് കൂടി പറയാം. അപ്പൊ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു തടസ്സമില്ലാത്ത പ്രക്രിയയാണ്. ഇതിലൂടെ നമുക്ക് അവിടെയുള്ള ഓരോ എക്സിക്യൂട്ടീവിന്റെയും ഈ ഒരു ലേണിംഗ് ആൻഡ് ഗ്രോത്ത് നടക്കുന്ന ആ ഒരു പ്രക്രിയയിലൂടെ കടത്തിവിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചേഞ്ചിങ് നോളജ് ആണ് അവരുടെ അറിവിലെ മാറ്റങ്ങൾ സംഭവിക്കാൻ പറ്റും. അവരുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം അടുത്തത് പറഞ്ഞു തരാം.
ശരി. ഓക്കെ, ശരി. Then next paragraph the individual will be able to perform better in present assignments and also increases his potential for future assignments through the acquisition, understanding and use of new knowledge, insight and skills. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ, അതായത് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിൽ, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രക്രിയയിൽ പങ്കാളികളായിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അവർക്ക് പ്രസന്റ് അസൈൻമെന്റ്, നിലവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെന്റ്സ് അല്ലെങ്കിൽ ചുമതലകളായിക്കോട്ടെ, അത് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓൾസോ ഇൻക്രീസ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ഫ്യൂച്ചർ അസൈൻമെന്റ്സ്, ഭാവിയിലേക്ക് ഇത്തരത്തിൽ അവർക്ക് കിട്ടുന്ന ചുമതലകളും കടമകളും ഒക്കെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് അതിനും അവർക്ക് അതും നല്ല രീതിയിൽ അതിനുള്ളൊരു കഴിവ് കൂടി അവർക്ക് ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ ത്രൂ ദ അക്വിസിഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസ് ഓഫ് ന്യൂ നോളജ്, ഇൻസൈറ്റ് ആൻഡ് സ്കിൽ. ഇത്തരത്തില് ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ അവരെ കടത്തിവിടുമ്പോൾ അതിലൂടെ നല്ല രീതിയിലുള്ള പരിശീലനങ്ങളും വളർച്ചയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ പുതിയ പുതിയ അറിവുകളും പുതിയ ഉൾക്കാഴ്ചകളും പുതിയ കഴിവുകളും ഒക്കെ മനസ്സിൽ ഉപയോഗിക്കാനും അത് നേടിയെടുക്കാനും അത് മനസ്സിലാക്കാനും അതിനെ യൂസ് ചെയ്യാനും ഉപയോഗിക്കാനുമുള്ളൊരു കഴിവും എന്താണ് ഒരു അറിവും ഒക്കെ അവർ വർദ്ധിപ്പിക്കുന്നതിലൂടെ അവർക്ക് നിലവിൽ പ്രസന്റിലേക്ക് കിട്ടുന്ന എന്തൊരു അസൈൻമെന്റ്സ് അല്ലെങ്കിൽ ചുമതലകളും കടമകളും നല്ല രീതിയിൽ ചെയ്തു തീർക്കാനുള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവിയിലേക്കും ഇതുപോലെ ഭാവിയിൽ അവർക്ക് അതിനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. ഭാവിയിൽ കിട്ടുന്ന ചുമതലകളോ കടമകളോ ആണെങ്കിലും അതും നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ പറ്റും എന്ന രീതിയിലുള്ളൊരു കപ്പാസിറ്റിയും അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. So the learning process involves the implication that there will be changed behavior on the part of the individual given the sufficient training and education. മതിയായിട്ടുള്ള പരിശീലനങ്ങളും എഡ്യൂക്കേഷൻ പ്രക്രിയയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് എന്താണ് ആ ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ഫലമായിട്ട് നമുക്ക് ആ വ്യക്തികളിൽ അതിൽ അണ്ടർഗോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ ഇൻഡിവിജ്വൽസിലേക്ക് ആ ബിഹേവിയേഴ്സ്, ആ ഓർഗനൈസേഷന് നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് അനുയോജ്യമായ രീതിയിലേക്കുള്ള ആ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെങ്കിൽ ആ പെരുമാറ്റ വ്യത്യാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല പരിശീലനങ്ങളിലൂടെയും എഡ്യൂക്കേഷൻസിലൂടെയും ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. So managers develop not only by participating in formal courses of instruction drawn by the organization. ഒരിക്കലും ഒരു മാനേജറുടെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവർ വികസിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ആ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന ആ ഒരു കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പരിശീലനമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്രെയിനിങ്ങിന്റെയോ ഭാഗമായിട്ട് മാത്രമാണോ ഒരു മാനേജർ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു ട്രെയിനിങ്ങിന്റെ ഫലമായിട്ട് മാത്രമായിരിക്കും ആണോ? അല്ല, അല്ലെ? അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടും കൂടിയാണ്, ശരിയല്ലേ? ബട്ട് ഓൾസോ ത്രൂ ആക്ച്വൽ ജോബ് എക്സ്പീരിയൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, അല്ലെ? ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന അവരുടെ യഥാർത്ഥ ജോലിയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് അവരുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസന പ്രക്രിയ നടക്കുന്നത്. And it should be recognized that it is for the organization to establish the development opportunity for its managers and potential managers. അപ്പോൾ it should be എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് that it's for the organization to establish the development opportunity. ആ ഓർഗനൈസേഷൻ ആണ് ഇത്തരം മാനേജേഴ്സിനും പൊട്ടൻഷ്യൽ മാനേജേഴ്സ്, ഭാവിയിൽ മാനേജേഴ്സ് ആവാൻ കഴിവുള്ളവർക്കും ആവശ്യമായ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് സ്ഥാപിച്ച് നൽകുക എന്നത് ഒരു ഓർഗനൈസേഷൻ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ആൻ ഈക്വൽ perhaps are more important counterpart of the effort of the organization and those of the individual. അപ്പൊ ഓർഗനൈസേഷൻ ഇത്തരത്തിലൊരു ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മാത്രം മതിയോ? അത് മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു ഡെവലപ്മെന്റ് നടത്താൻ പറ്റുമോ? ഇല്ല. അതോടൊപ്പം തന്നെ ഒരു തുല്യ പങ്ക് ആര് വഹിക്കുന്നുണ്ട്? ആ എംപ്ലോയീസും കൂടെ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽസും കൂടെ വഹിക്കണം, ശരിയല്ലേ? നമുക്കൊരു ജോലിയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് നടത്തണമെങ്കിൽ നമ്മളും കൂടി വിചാരിച്ചാലല്ലേ അത് സാധിക്കുള്ളൂ, അല്ലെ? പുറമേ നിന്ന് എത്ര ഫോഴ്സ് ഉണ്ടെങ്കിലും നമ്മളും കൂടി വിചാരിക്കേണ്ടേ അത് ചെയ്യണമെങ്കിൽ, അല്ലെ? അപ്പൊ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത് മാത്രം കിട്ടിയത് കൊണ്ട് കാര്യമില്ല.
ആ ഇൻഡിവിജ്വൽസിന്റെ കൂടെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അവരുടെയും കൂടെ ഒരു തുല്യ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ സെൽഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇൻ ദ ഹോൾ പ്രോഗ്രാം ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ആ ഒരു ഹോൾ പ്രോഗ്രാമിലും വളരെ പ്രധാനപ്പെട്ട ഒരു എസെൻഷ്യൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തത്വം എന്ന് പറയുന്നത് സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം. ഓരോ വ്യക്തികളും, ഇതിൽ പങ്കാളികളാവുന്ന ഓരോ വ്യക്തികൾക്കും സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാവണം. സ്വമേധയാ എനിക്ക് വികസനം നടത്തണം എന്ന രീതിയിൽ സ്വമേധയാ ഒരു എഫേർട്ട് അവരിൽ മാത്രമേ ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ഇൻഡിവിജ്വൽസ്, അതായത് ഇതിൽ ഉൾപ്പെടുന്ന മാനേജേഴ്സ് ആയിക്കോട്ടെ, പൊട്ടൻഷ്യൽ മാനേജേഴ്സ്, ഭാവിയിൽ മാനേജേഴ്സ് ആവാൻ സാധ്യതയുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവരിതിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് അവർക്ക് നല്ല രീതിയിൽ നിലവില് അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസും എന്താണ് ചുമതലകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം ഭാവിയിൽ ഇവർക്ക് എന്തൊരു രീതിയിലുള്ള എന്താണ് അസൈൻമെന്റ്സ് കാര്യങ്ങൾ കൊടുത്താലും അത് ചെയ്ത് തീർക്കാനുമുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ എന്തിലൂടെയാണ് അവർ നല്ല ലേണിംഗ് പ്രോസസ്സ്, ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് എന്നുള്ള നല്ല ലേണിംഗ് പ്രോസസ്സിലൂടെ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്, ഇൻസൈറ്റ്, അതുപോലെ സ്കില്ല് മുതലായവയൊക്കെ വർദ്ധിപ്പിക്കാനും നേടിയെടുക്കാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അത് യൂസ് ചെയ്യാനുമുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ അവർക്ക് പ്രസന്റിൽ ആയിക്കോട്ടെ ഫ്യൂച്ചറിലായിക്കോട്ടെ വരുന്ന എന്തൊരു അസൈൻമെന്റും നല്ല കപ്പാസിറ്റിയോട് കൂടി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിക്കും നല്ല ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അവരുടെ ബിഹേവിയേഴ്സിന് നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ ഒരു മാനേജറിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അത് ആ ഒരു ഫോർമൽ ആയിട്ടുള്ള നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, അവർക്ക് അവർ ജോലി ചെയ്യുന്ന ആക്ച്വൽ ആയിട്ടുള്ള ഒരു ജോബ് എക്സ്പീരിയൻസിൽ നിന്ന് കൂടിയാണ് അവരുടെ ആ ഒരു വികസനം നടക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ ആണ് മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതും എന്താണ്, മാനേജേഴ്സിന് അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ മാനേജേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു എന്താണ് ഇതുപോലെയുള്ള ഒരു ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി നൽകേണ്ടത് ഒരു ഓർഗനൈസേഷൻ ആണ്. പക്ഷെ അവരുടെ മാത്രം എഫേർട്ട് കൊണ്ട് കാര്യമില്ല, അതിനോടൊപ്പം തുല്യ എഫേർട്ട് അല്ലെങ്കിൽ ആരിടേണ്ടതായിട്ടുണ്ട്, തുല്യ പങ്കാളിത്തം ഈ ഒരു അതിൽ പങ്കെടുക്കുന്ന ഇൻഡിവിജ്വൽസും ഇടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോസസ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ആണ് സെൽഫ് ഡെവലപ്മെന്റ്. സ്വമേധയാ നമ്മുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സ്വമേധയാ ആ ഒരു വികസനത്തിന് വേണ്ടി എടുത്ത് എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ അവർ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അതിലൂടെ നല്ല ഡെവലപ്മെന്റ് മാറ്റി വരുത്താനായിട്ടും ഒരു മാനേജറിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മാനേജേഴ്സിന് സാധിക്കുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയ ഒരു പാരഗ്രാഫ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് ആയോ? ഓക്കെ. അപ്പൊ മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലേ തീരില്ല, അത് ഒരുമിച്ച് പറയാം. അപ്പൊ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.